ഇന്നൊരു സിമ്പിളായിട്ടുള്ള ഒരു ചീസ് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. വെറുതെ പറയുന്നതല്ല, നിങ്ങൾ കണ്ടു നോക്കൂ, അത്രയും സിമ്പിളാണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ്. എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ കുറച്ച് ബിസ്ക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. 8 എണ്ണമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 1 സ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. അതൊരു കേക്ക് ടിന്നിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഞാനൊരു ചെറിയ കേക്ക് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഒരു ചെറിയ കേക്ക് ടിന്നാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതൊരു സ്പൂണോ തവിയോ കൊണ്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് സെറ്റാകാൻ വെക്കാം. ഇനി ഒരു മിക്സിയിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. കൂടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും ചേർക്കുക. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ 3 ചീസ് ക്യൂബ്സും ഞാൻ ചേർത്തിട്ടുണ്ട്. ചീസ് ക്യൂബ് ഇല്ലെങ്കിൽ 100 ഗ്രാം ക്രീം ചീസ് ചേർത്താലും മതി. കൂടെ തന്നെ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും 1 ടീസ്പൂൺ വനില എസൻസും 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായി മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ച കേക്ക് ടിന്നിലേക്ക് സെക്കൻഡ് ലെയർ ആയിട്ട് ഇത് ഒഴിച്ച് കൊടുക്കുക. ഇനി ഓവനിൽ 190 ഡിഗ്രി 20 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ കേക്ക് റെഡിയാവും. ഇനി ഒരു 1.5 കപ്പ് തിളച്ച വെള്ളത്തിലേക്ക് 80 ഗ്രാമിൻ്റെ സ്ട്രോബെറി ജെല്ലി പൗഡറാണ് ഞാനിവിടെ ചേർക്കുന്നത്. അത് ചേർത്ത് ഒന്ന് ഇളക്കി ആ വെള്ളം ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മേലത്തെ ലെയറായിട്ട് കേക്കിൻ്റെ മേലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 2-3 അവേഴ്സോളം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ സ്ട്രോബെറി ജെല്ലി മിക്സ് ഉള്ളത് കൊണ്ടാണ് ഈ 3rd ലെയർ ജെല്ലി ആക്കിയത്. നിങ്ങൾക്ക് ഏതെങ്കിലും ജാമും യൂസ് ചെയ്യാം. ഓവൻ ഇല്ലാത്തവർക്കും ചീസ് കേക്ക് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.